എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുപാട് സമയം അടുക്കളയിൽ ചിലവഴിക്കുന്നവരാണ്. അപ്പോൾ വർക്കിംഗ് മോംസ് ആണെങ്കിൽ വന്നിട്ട് കുക്ക് ചെയ്യാനൊക്കെ അധികം സമയം കാണില്ല. പക്ഷേ ഞാനെപ്പോഴും ഫ്രഷായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ കുഞ്ഞുവാവയൊക്കെ വന്നത് കാരണം എനിക്ക് ഒരുപാട് സമയം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മീൽ പ്രിപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഇതൊരു റിയലിസ്റ്റിക് മീൽ പ്രിപ്പറേഷൻ വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് പോലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് കണ്ടെയ്നേഴ്സ് ഇല്ല, കാരണം ഉള്ളതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലം ഇവിടുത്തെ കിച്ചണിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചു കൂട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ സാറ്റർഡേ തന്നെ വേണ്ട സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കറികളും അതുപോലെ തന്നെ മീനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓട്സിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാം കഴുകി വൃത്തിയാക്കി റെഡിയാക്കി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു പ്ലാനിങ്ങിലാണ് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു മെനു തയ്യാറാക്കണം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ വാങ്ങുക, അതനുസരിച്ചിട്ട് ഉണ്ടാക്കുക. അപ്പം വളരെ എളുപ്പമായിട്ടിത് മാറും. അതുപോലെ തന്നെ നമ്മളിപ്പം ഗ്രോസറി ലിസ്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വേസ്റ്റായി പോകാതെയും ഒക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പറ്റും. അപ്പം ഞാൻ ആദ്യം ചെയ്തത്, നമുക്ക് ഇപ്പം ഒരു പ്ലേറ്റിൽ നമ്മൾ കാർബ്സ്, പ്രോട്ടീൻ, അതുപോലെ ഫൈബർ ഇത്രയാണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം കാർബ്സ് എല്ലാം കുക്ക് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ ഞാനൊരു തയ്യാറാക്കിയ മെനു വെച്ചിട്ടാണ്. അതിൻ്റെ മെനു ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. പിന്നെ ഫ്രോസണായിട്ടുള്ള സാധനങ്ങളൊക്കെ നോർമലാകാനായിട്ട് രാവിലെ തന്നെ എടുത്തു വെച്ചു. സൺഡേ ആണ് ഞാൻ ഈ ഒരു മീൽ പ്രിപ്പ് തുടങ്ങിയത്. അപ്പോൾ സൺഡേ എണീറ്റപ്പോൾ തന്നെ ലേറ്റായി. ഒരു 12 o'clock കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ കാർബ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി റൈസ് എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കിൻവ എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ബ്രോക്കൺ വീറ്റ് അത്രയും എടുക്കുന്നുണ്ട്. പിന്നെ മട്ട റൈസ് ഞാൻ സാറ്റർഡേ തന്നെ കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ നുറുക്ക് ഗോതമ്പ് 1 കപ്പ്, കിൻവ 1 കപ്പ്. ഇതെല്ലാം എൻ്റെ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീരാനുള്ള സാധനങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നമുക്ക് പോകാം. അപ്പം ബസ്മതി റൈസിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ബ്രോക്കൺ വീറ്റ് ഞാൻ ഇരട്ടി വെള്ളത്തിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട്. അതുപോലെ കിൻവ നന്നായിട്ട് കുതിർത്ത് കഴുകിയിട്ടാണ് വെള്ളം റിൻസ് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ സാലഡാണ് വൈകിട്ട് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലിയോട് കൂടി തന്നെ ക്യൂബ്സ് ആക്കിയിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്തും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു പ്രിപ്പറേഷനിൽ ഓവൻ വേണം നിർബന്ധമേ ഇല്ല. അപ്പം നമുക്കിവിടെ അവൈലബിൾ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണോ പച്ചക്കറികൾ അതുപോലെ പ്രോട്ടീൻ കിട്ടുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ കുരുമുളക്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഗാർലിക് പൗഡർ, അത് വെളുത്തുള്ളിയുടെ പൊടി, പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇത് ഒരു 180 ഡിഗ്രിയിൽ 40 minutes ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബസ്മതി റൈസ് വെച്ചിട്ടൊരു പുലാവ് അല്ലെങ്കിൽ ഒരു ഫ്രൈഡ് റൈസ് പോലെ തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്സ് ഒന്ന് നമ്മൾ ഫുഡ് പ്രോസസ്സറിലൊന്ന് പൾസ് ചെയ്തെടുത്തു. ഇതൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാം, അരിയാനൊക്കെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫുഡ് പ്രോസസ്സറിൽ അരിയാനുള്ള എല്ലാം ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് അവക്കാഡോ ഓയിലും പിന്നെ വെളിച്ചെണ്ണയാണ്. അവക്കാഡോ ഓയിലിന് പകരം നമുക്ക് ഒലിവ് ഓയിലും എടുക്കാം, കുക്കിംഗ് ഓയിൽ എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടറും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെളുത്തുള്ളി പൊടിയിട്ട് അരിഞ്ഞത്. അപ്പോൾ ഈ റൈസ് വന്നിട്ട് മെയിനായിട്ടും കുട്ടികൾക്കാണ്. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, 4 പേർക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിക്കും, ലഞ്ച് സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കുള്ള ലഞ്ചും അതുപോലെ അവർക്കും ഞങ്ങൾക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുത്തു. പിന്നെ ഈ റൈസിലേക്ക് ഒരു സീസണിങ് റെഡിമെയ്ഡായിട്ട് കിട്ടിയതാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. അത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിൽ നിന്ന് കുറച്ചതിലേക്ക് ചേർക്കുന്നുണ്ട്. ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്താലും മതി. അപ്പോൾ റൈസ് നന്നായിട്ട് കഴുകി ഒട്ടും തന്നെ സ്റ്റാർച്ച് ഇല്ലാതെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീനും കൂടെ ചേർത്ത് നന്നായിട്ട് തണുക്കാനായിട്ട് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്രോട്ടീനാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പം നമ്മളിവിടെ സാൽമൺ മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ മീൻ വറുക്കുന്ന പോലെ വറുത്തെടുക്കുകയാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലേക്സും പിന്നെ വെളുത്തുള്ളി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ സാധാരണ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒരെണ്ണം എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ
റൈസൊക്കെ വേവുന്ന സമയത്ത് നമുക്ക് ഈ മാരിനേഷൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമ്മൾ വൈകുന്നേരം സാലഡിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പനീറാണ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 400 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പം വളരെ കുറച്ച് മസാലപ്പൊടികൾ വെച്ചിട്ടും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ് ചെയ്യുന്നത്. കാരണം ഇതായിരിക്കും ആകെയുള്ള സ്പൈസി ആയിട്ടുള്ള കാര്യം. ബാക്കിയെല്ലാം പച്ചക്കറികളും പ്ലെയിൻ ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പം ഇത് കുറച്ച് സ്പൈസി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, ഒരുപാട് എരിവില്ല കളറുണ്ടെങ്കിൽ, പിന്നെ ഗരം മസാല, കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളകും ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകും പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് നമ്മൾ എയർ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഓയിൽ വളരെ കുറച്ച് കൊണ്ടിട്ടുള്ള ഒരു കുക്കിംഗ് ആണത്. അപ്പോൾ നമ്മളത് എയർ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് ഒരു സൈഡും പിന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ എയർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫിഷൊക്കെ നമ്മൾ ഫ്രൈ ചെയ്താണ് വെക്കുന്നത്. എൻ്റെ പോളിസി എന്താണെന്ന് വെച്ചാൽ കുക്ക് ചെയ്യാനേ കയറരുത്, സമയത്ത് ഫുഡ് എടുത്ത് ചൂടാക്കി കഴിക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് എനിക്കുള്ളത്. അപ്പോൾ ഇതെങ്ങനെ പോകുന്നു നോക്കിയിട്ട് നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു മെനു അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ യൂസ് ചെയ്ത് ബാക്കി വന്നിരുന്ന കുറച്ച് മിൻസ്ഡ് മീറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ വെളുത്തുള്ളി, ഉള്ളി, സാധാരണ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നോർമലായിരിക്കുന്ന ഒരു മിൻസ്ഡ് ബീഫ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. മിൻസ്ഡ് ബീഫ് നമ്മൾ കഴുകാറില്ല, അത് ഓൾറെഡി അരച്ച മീറ്റാണ്. അത് കഴുകിയാൽ ശരിയാവില്ല. നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് എടുക്കുക. ഇത് 2 പേർക്ക് കഴിക്കാനുള്ളതാണ്. ഇനി നമ്മൾ 2 വലിയ കോഴി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം വലിയ പീസുകളാക്കിയതിന് ശേഷം ഒരു ബേക്കിംഗ് ട്രേയിൽ ഇട്ട് കൊടുത്തു. ഇതിൻ്റെ ബ്രസ്റ്റ് കട്ട് ചെയ്യാതെ മുഴുവനെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ബേക്ക് ചെയ്തെടുത്ത ചിക്കനിൽ നിന്ന് നമ്മൾ ബ്രസ്റ്റ് മാറ്റി വെച്ചു, അതുപോലെ ബാക്കി പീസസും മാറ്റി വെച്ചു. ഇനി ആ ഒരു നമ്മുടെ ചിക്കനിൽ നിന്നുള്ള ഗ്രേവിയും അതിൻ്റെ ഫാറ്റും എല്ലാം ആ ഒരു ട്രെയിൽ അടിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ചിക്കൻ സ്കിന്നോട് കൂടിയിട്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ചിക്കൻ്റെ സ്കിന്ന് വല്ലപ്പോഴും കഴിക്കുന്നത് നല്ലതാണ്. അതിലൊരുപാട് കൊളാജൻ ഉണ്ട്. അത് സ്കിന്നിനും ഹെയറിനും ഒക്കെ ഭയങ്കര നല്ലതാണ്. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗ്രേവിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും പെരിഞ്ചീരകവും കൂടി ഇട്ട് പൊട്ടിക്കാം. ഒരു 5-6 സവാള വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്താണ്. ഇതും ഫുഡ് പ്രോസസ്സറിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. സവാള, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതൊന്ന് വഴണ്ട് വന്നിട്ട് ആണ് നമ്മൾ ഉപ്പൊക്കെ ചേർക്കുന്നത്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ ഗ്രേവി വന്നിട്ട് നമുക്ക് മുട്ടക്കറിക്കും അതുപോലെ തന്നെ ചിക്കൻ നമുക്ക് ഈ ഗ്രേവിയിലിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ 4 ചിക്കൻ ബ്രസ്റ്റ് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് വൈകിട്ട് സാലഡിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെക്കുന്നുണ്ട്. ഇനി ഇത് നിങ്ങൾ വരും ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സിപ്പ് ലോക്കിലാക്കി ഫ്രീസും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാറ്റർഡേ തന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കണം, നമുക്കും വിശക്കും. അപ്പോൾ ഞാൻ ചോറും കടലക്കറി പിന്നെ കുറച്ച് സാലഡും അതുപോലെ ചിക്കൻ്റെ ഹാർട്ട് റോസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും നമ്മളെല്ലാവരും കഴിച്ചു. ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഫൈബറാണ്. ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറികൾ അത്യാവശ്യമായിട്ടും വേണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് തോരനാണ്. ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഉള്ള തോരൻ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 3-4 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളക്, ഒരു സവാളയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും ഫുഡ് പ്രോസസ്സറിൽ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പില ഇതിലേക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, ചെറുതീയിൽ വേവിച്ചെടുക്കാം. നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഒട്ടും തന്നെ വെള്ളമയം പാടില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. ഇനി നമ്മൾ കുറച്ച് ചീര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചീര വന്നിട്ട് നമ്മൾ രാവിലെ എല്ലാവരും മുട്ട കഴിക്കും. ആ മുട്ടയുടെ കൂടെ
ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒറ്റയടിക്ക് ബേക്ക് ചെയ്ത് എടുക്കാനാണ് എൻ്റെ പരിപാടി. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ചീര നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തിട്ടാണ് ഞാൻ മുട്ടയിലേക്ക് ഇടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചീരയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് അത് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. മുട്ട കുറച്ച് അവക്കാഡോ ഓയിൽ നമ്മൾ ഈ ഒരു ചീരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഉപ്പ് നമ്മൾ ആദ്യമേ ചേർക്കണ്ട, ചീര റെഡ്യൂസായി വരും. അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീര ഇവിടെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം നമുക്ക് മാറ്റിയിട്ട് ചീര മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 4 പേരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് 20 മുട്ടയാണ് നമുക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടത്. അപ്പോൾ 20 മുട്ട ഇത് കാണുമ്പോൾ നമുക്ക് ഒരുപാടായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ഒരാഴ്ച ഇത്രയും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് ഉപ്പ്, കുരുമുളക്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും, പിന്നെ ഫ്രൈഡ് ഗാർലിക് എന്ന് പറയും. അപ്പോൾ അത് ഞാൻ ഈ അടുത്തൊരു ഷോപ്പിൽ കണ്ടാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒറിഗാനോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർക്കാം. പിന്നെ നല്ലൊരു ഫ്ലഫിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ ചെയ്ത് വെക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ട് മുട്ട രാവിലെ ചെയ്തെടുക്കാം. മുട്ടയിലേക്ക് നമ്മൾ ചീരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു ഷീറ്റ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 175 ഡിഗ്രിയിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു 40 മിനിറ്റ്സ് ആണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ബേക്ക് ആവട്ടെ. ഇപ്പം ബേക്കായി വന്നിട്ടുണ്ട്. നമ്മളൊരു ഫോർക്കിട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ 20 പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഒരു പകുതി ആഴ്ചത്തേക്കുള്ള സാലഡ് അരിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് കുപ്പികളിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് വെക്കരുത്. മിക്സ് ചെയ്താൽ ഇത് വെള്ളം ഇറങ്ങിയിട്ട് ചീത്തയായിപ്പോവും. നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ലെറ്റസും കുക്കുംബറും ചെറി ടൊമാറ്റോ ആണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഓവർനൈറ്റ് ഓട്സാണ് 3 ദിവസം ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 6 കണ്ടെയ്നേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1/4 കപ്പ് റോൾഡ് ഓട്സ് ആണ് എടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നട്ട്സ് പൗഡർ ചേർക്കുന്നുണ്ട്. ഇത് നാട്ടിൽ നിന്ന് അമ്മ എനിക്ക് പൊടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ നമ്മളൊരു ടീസ്പൂണോളം ഹെംപ് സീഡ്സ് ചേർക്കുന്നുണ്ട്. ഇത് ഫൈബർ റിച്ച് ആണ്. പിന്നെ കുറച്ച് സിനമൺ പൗഡറും പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കേർഡാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് നല്ല ബാക്ടീരിയാസ് ഉണ്ട്. ലോ ഫാറ്റ് മിൽക്ക് 1/2 കപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഓവർനൈറ്റ് ഓട്സ് തന്നെ കഴിക്കണമെന്നൊന്നുമില്ല. ഇഡ്ഡലി, ദോശ അങ്ങനെ ബാറ്ററൊക്കെ തയ്യാറാക്കി വെക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ക്യൂബും കുറച്ച് ബ്ലൂബെറിയും പിന്നെ 2 പഴം മൊത്തത്തിലെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് ഓവർനൈറ്റ് ഓട്സ് അല്ല, അവർക്ക് പാൻ കേക്ക്സും ബ്രെഡുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കുറച്ചധികം പാൻ കേക്ക്സ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സ് ഇങ്ങനെ റെഡിയാക്കി. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തണുത്തതിന് ശേഷം എല്ലാം കണ്ടെയ്നേഴ്സിലാക്കിയിട്ടുണ്ട്. തന്നെ ഈർപ്പം പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇത് സെർവ് ചെയ്യാൻ നേരം എല്ലാം കൂടെ എടുത്ത് ചൂടാക്കരുത്. അതുപോലെ ചൂടാക്കിയതിന് ശേഷം തിരിച്ച് വീണ്ടും അത് ഫ്രിഡ്ജിലേക്കും വെക്കരുത്. അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം പ്ലേറ്റിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള സ്പൂൺ വെച്ചിട്ട് എടുക്കുക. മൈക്രോവേവിലോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്തോ ഇത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം കഴിക്കാം. നല്ല ഫ്രഷ് ഫുഡ് പോലെ ഇരിക്കും. അതുപോലെ തന്നെ ഒരു 5 days ആണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. അപ്പം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് സാറ്റർഡേ സൺഡേ എടുക്കാമെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നോർമൽ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. അപ്പോൾ ഒരുപാട് ബാച്ചസ് ആയിട്ട് ഉണ്ടാക്കുന്നവർ സിപ്പ് ലോക്കുകളിലാക്കിയതിന് ശേഷം ഫ്രീസ് ചെയ്തും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി നമ്മൾ 3 സിപ്പ് ലോക്കിലാക്കി ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്കത് നോർമൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് നോർമലാക്കിയതിന് ശേഷം നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഫ്രിഡ്ജ് ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ രാവിലെ കിഡ്സിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തത് ഇങ്ങനെ പാൻ കേക്കും മുട്ടയുടെ ഒരു പീസും പിന്നെ കുറച്ച് പഴമാണ്. ഇതിലേക്ക് ഞാൻ ഹണി അങ്ങനെ മധുരം ഒന്നും ചേർക്കാതെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മീൽ പ്രിപ്പറേഷൻ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പം ഓരോ വീക്കും നമ്മൾ മെനു ചേഞ്ച് ചെയ്യും. അപ്പം നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിന് മുൻപ് തന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്തിരുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു രീതിയിൽ ഫുഡ് കഴിച്ചാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ റിവേഴ്സ് ചെയ്യാനും അതുപോലെ പുതിയ അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് ലോസിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എൻ്റെ തൈറോയ്ഡ് ഞാൻ ഈ ഒരു രീതിയിൽ 2 വർഷം ഫുഡ് കഴിച്ചപ്പോൾ എൻ്റെ തൈറോയ്ഡ് ഞാൻ റിവേഴ്സ് ചെയ്തു. 10 വർഷമായിട്ടുണ്ടായിരുന്ന തൈറോയ്ഡാണ് ഞാൻ റിവേഴ്സ് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുപോലെ ഈ മീൽ പ്രിപ്പറേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എന്തൊക്കെ ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്